അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാമി തൃപ്പാദങ്ങളാൽ വിരചിതമായ ആശ്രമം എന്ന കൃതിയുടെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. ആശ്രമത്തിന് ലോകോപകാരിയായ ഒരു ഗുരു ഉണ്ടായിരിക്കണമെന്നും ആ ഗുരുവിനുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെയും സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു ഗുരു. ശേഷം സത്യനിഷ്ഠനും ലോകസംഗ്രഹ തത്പരനുമായ ആ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ആശ്രമം കൃത്യമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംഗ്രഹിച്ച് പ്രതിപാദിക്കുകയാണ് ഗുരു 3-ാമത്തെ ശ്ലോകത്തിലൂടെ. 3-ാമത്തെ ശ്ലോകം: അധിഷ്ഠായസ്യ നേതൃത്വം കുര്യാത് കാഞ്ചിത് സഭാം ശുഭാം അസ്യാമായാന്തി ഏതേ സ്യുഃ സർവേ സോദരബുദ്ധയഃ. അധിഷ്ഠായ പ്ലസ് അസ്യ ചേർത്ത് പറയുമ്പോൾ അധിഷ്ഠായ അസ്യ നേതൃത്വം കുര്യാത് കാഞ്ചിത് സഭാം ശുഭാം അസ്യാമായാന്തി, അസ്യാം പ്ലസ് ആയാന്തി, അസ്യാമായാന്തി ഏതേ സ്യുഃ സർവേ സോദരബുദ്ധയഃ. ഇനി ഇതിന്റെ അന്വയക്രമം നമുക്കൊന്ന് പരിശോധിക്കാം. അസ്യ നേതൃത്വം അധിഷ്ഠായ ഗുരുഃ കശ്ചിത് ശുഭാം സഭാം കുര്യാത് യേ അസ്യാം ആയാന്തി തേ സർവേ സോദരബുദ്ധയഃ സ്യുഃ എന്നതിന്റെ ഗദ്യരൂപം. നമുക്ക് ഓരോ പദങ്ങളും പരിശോധിക്കാം. അസ്യ അതായത് ഇതിന്റെ, ഏതിന്റെ? ഈ ആശ്രമത്തിന്റെ നേതൃത്വം അധിഷ്ഠായ, നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ട്, ഇരുന്നുകൊണ്ട്, വർത്തിച്ചുകൊണ്ട്. ഗുരുഃ കശ്ചിത് ശുഭാം സഭാം കുര്യാത്, ഗുരു ഒരു ശുഭമായ സഭയെ ഉണ്ടാക്കണം. ലോകത്തിന് മംഗളം ചെയ്യുന്ന ഒരു സഭ, ഒരു സംഘടനയെ കെട്ടിപ്പടുത്തേണ്ടതാണ്, ഒരു കൂട്ടായ്മയെ കെട്ടിപ്പടുത്തേണ്ടതാണ്. ആരൊക്കെയാണോ അസ്യാം ആയാന്തി, ആയാന്തി എന്ന് പറഞ്ഞ വരിക, അസ്യാം ആയാന്തി ഈ സംഘടനയിലെ അംഗങ്ങളായി വരുന്നത്, തേ സർവേ അവരൊക്കെ സോദരബുദ്ധയഃ സ്യുഃ പരസ്പരം സഹോദരഭാവത്തിൽ വർദ്ധിക്കേണ്ടതാണ്. കൃതി വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും അണുമുതൽ ബ്രഹ്മാവ് വരെ സകലതും ഒരേ ഒരു സത്യത്തിന്റെ പ്രകടിത രൂപങ്ങളാണ്. അതായത് ഒരേ ഒരു സത്യത്തിന്റെ രൂപഭേദങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം. അവൻ, ഇവൻ, നീ, ഞാൻ എല്ലാം നന്നായി വിചാരം ചെയ്തറിഞ്ഞാൽ ആദിമമായൊരാത്മരൂപം തന്നെ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അതാണ് ഗുരു വിഭാവനം ചെയ്യുന്ന സഹോദര്യം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. അല്ലെ? അങ്ങനെ വന്നാല് കൊന്നു തിന്നാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഗുരു ചോദിക്കുന്നു. ഈ സത്യം അറിഞ്ഞു മനുഷ്യർക്കിടയിലുള്ള ജാതി മതാദി ചിന്തകളെല്ലാം കൃത്രിമമാണെന്ന ബോധ്യമുണ്ടാവേണ്ടതാണ്. എന്തെല്ലാം തരത്തിലുള്ള വിഭാഗീയതകൾ മനുഷ്യന്റെ ഇടയിലുണ്ടോ അതെല്ലാം വെറും കൃത്രിമം തന്നെ, മനുഷ്യകൽപ്പിതം തന്നെ.
അവയെല്ലാം സത്യമാർഗത്തിലേക്കുള്ള വഴിയിലെ വലിയ തടസ്സങ്ങൾ തന്നെ എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സകലരും സോദര ബുദ്ധി പുലർത്തണമെന്ന് ഗുരു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിശദീകരണമാണ് അരുവിപ്പുറത്ത് ഗുരു നടത്തിയ പ്രഖ്യാപനം. അതെന്തായിരുന്നു അത്? അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടുന്ന് നടത്തിയ ആ വിശ്വസാഹോദര്യത്തിന്റെ, വിശ്വമാനവികതയുടെ മഹാമന്ത്രം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നത്. ഗുരു വിഭാവനം ചെയ്യുന്ന ആശ്രമത്തിന്റെ നേതൃസ്ഥാനത്ത് വർത്തിച്ചുകൊണ്ട് ലോകത്തിന് മംഗളം ചെയ്യുന്ന ഒരു സംഘത്തെ കെട്ടിപ്പടുത്തേണ്ടതാണ്. ആരൊക്കെയാണോ ഈ സംഘടനയിൽ ചേരുന്നത് അവരൊക്കെ പരസ്പരം സഹോദരഭാവത്തിൽ വർത്തിക്കേണ്ടതാണ് എന്ന ഗുരുവരുൾ അനുസരിക്കാൻ ആശ്രമത്തിലെ ഗുരുവിന്റെ നേതൃത്വത്തിൽ സഭ തയ്യാറാവേണ്ടതാണ്. ഗുരുവിന്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ടതാണ്. സ്വാമികൾ അവധൂതനായി നടന്ന കാലത്തെ ആ സഞ്ചാരശീലം ഒരിക്കലും ഗുരു ഉപേക്ഷിച്ചില്ല. ചരൈവേദി ആണല്ലോ, ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ. പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന പ്രദേശങ്ങൾ മനസ്സിന്റെ ഏകാഗ്രത പോലെ നേടാവുന്ന ശാന്തി അതിന് ഉതകുമെന്ന് സ്വാമികൾ അനുഭവിച്ചറിഞ്ഞിരുന്നു. ആ നിലയ്ക്ക് പെരിയാറിന്റെ തീരം സ്വാമികളെ നേരത്തെ തന്നെ ആകർഷിച്ചിരുന്നതുമാണ്. കൊല്ലവർഷം 1090 ആലുവ പുഴയുടെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചല്ലോ. അവിടെ സ്ഥലം വാങ്ങാൻ വേണ്ട ധനം സംഭരിക്കാൻ സ്വാമികൾ തന്നെ ഭക്തന്മാരെ സന്ദർശിക്കുകയാണുണ്ടായത്. ആദ്യം അവിടെ ഒരു പർണശാലയും മഠവും പണി കഴിപ്പിച്ചു. മഹാകവി കുമാരനാശാൻ എഴുതിയ സംക്ഷിപ്ത ഗുരുദേവ ചരിത്രത്തിന്റെ അന്ത്യത്തിലുള്ള പ്രസ്താവനയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുമാനിക്കാവുന്നതായി സ്വാമിയുടെ അഗാധമായ ഹൃദയത്തിൽ ഇപ്പോൾ കിടക്കുന്ന മറ്റൊരു പാവനമായ അഭിപ്രായം, തന്റെ ശിഷ്യന്മാരും സന്യാസികളും ബ്രഹ്മചാരികളും അടങ്ങിയ ഒരു പ്രത്യേക സംഘം സ്ഥാപിച്ച് അതുമൂലം ജാതിഭേദം കൂടാതെ പൊതുവിൽ നാടിനും ജനങ്ങൾക്കും ഒരുപോലെ ആധ്യാത്മികമായ ശ്രേയസ് ഉണ്ടാകണമെന്നും സദാചാര സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായുമുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടി യത്നിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്നുള്ളതായിരുന്നു. എപ്പോഴും മനുഷ്യ സമൂഹത്തിന്റെ നന്മയെ മുന്നിൽ കണ്ടാണ് ഗുരു പ്രവർത്തിച്ചിരുന്നത്. ആ ഒരു നേതൃപാടവം ആശ്രമത്തിലെ ഗുരുവിനും ഉണ്ടാകണമെന്ന് ഭഗവാൻ ഉൾക്കണ്ടിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുന്നതിന് സത്യവ്രത സ്വാമികള് ഗുരുനിർദ്ദേശമനുസരിച്ച് കരട് രൂപം തയ്യാറാക്കിയിരുന്നതുമാണ്. ശ്രീ ബോധാനന്ദ സ്വാമികളെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത് വിൽപത്രം എഴുതിയപ്പോൾ ഒരു സന്യാസി സംഘം ഉണ്ടായിരിക്കേണ്ടതാണെന്ന് വിൽപത്രത്തിൽ വ്യക്തമായി ഗുരു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുവിന്റെ മഹത്തായ സന്ദേശത്തിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു ഈ ശ്ലോകം. അതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് സഹോദരഭാവേന വർത്തിക്കുന്ന സംഘമായിരിക്കണം അത് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾക്ക് അത് തന്നെ മനോമുകുരത്തിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഭഗവാന്റെ ആ മഹാമന്ത്രം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന ആ വിശ്വസാഹോദര്യത്തിന്റെയും വിശ്വമാനവികതയുടെയും മഹത് സന്ദേശം ലോകത്തിന് തന്നെ വഴിയും വഴികാട്ടിയുമാണ്. വിശ്വസാഹോദര്യത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഇത്
അതിനെ, ആ സന്ദേശത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന അതിനുള്ളൊരു നിർദ്ദേശമായിട്ട് ഈ 3-ാം ശ്ലോകത്തിലെ ഗുരുവിന്റെ വാക്കുകളെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഗുരുവിന്റെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടലക്ഷ്യങ്ങളും ഭഗവാൻ സംഘടന എന്നൊരു വിഷയം അവിടെ പ്രത്യേകമായി ചേർത്തിട്ടുണ്ട്. അരുവിപ്പുറം വാവൂട്ടി യോഗം, അരുവിപ്പുറം ക്ഷേത്രയോഗം, പിന്നീട് SNDP യോഗം ഒക്കെയായിട്ട് മാറുമ്പോഴും ആ സഭയുടെ, ആ സംഘടനയുടെ ആ ഒരു പിൻബലത്താൽ പ്രവർത്തിക്കുവാനാണ് ഗുരു ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനം വന്നപ്പോഴും ഒരു സംഘം അല്ലെങ്കിൽ ഒരു സഭ വേണമെന്നായിരുന്നു ഗുരു പറഞ്ഞത്. ആ ഒരു ചിന്താധാര ഉടനീളം ഗുരു പുലർത്തി പോന്നിട്ടുണ്ട്. ധർമ്മസംഘവും ധർമ്മസംഘം തന്നെയാണല്ലോ. ഈ ഏകതാ സന്ദേശം തന്നെയാണ് ഇവിടെയൊക്കെ പ്രതിഫലിക്കുന്നത്. ഇത്തരമൊരു നിയമാവലിയിലേക്ക് ഗുരു ശ്രദ്ധ വയ്ക്കുന്നതും ഈ ഒരു തത്വത്തിൽ, ഈ ഒരു ദർശനത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ്. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ധർമ്മകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ചുമതലപ്പെട്ട ഒരു സംഘം ഏർപ്പെടുത്തുക, അന്നത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി സ്വരൂപിച്ച സംഘമാണ് ഭാവിയിൽ രൂപം കൊണ്ട എല്ലാവിധ സംഘടനകളുടെയും ബീജം എന്ന് പറയാം. കൊല്ലവർഷം 1069 ധനുമാസം 14-ാം തീയതി 11 പേർ അടങ്ങിയ ഒരു സംഘത്തെ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിൽ സ്ഥാപിച്ചു. ആർക്കും വിരോധം വരാത്ത രീതിയിൽ പേരുകൾ വൃത്തത്തിൽ എഴുതാനും ഗുരു നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം വന്നപ്പോൾ എല്ലാവരും ആദ്യ പേരുകാരായി. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഗുരുവിന്റെ സംഘടനാ ചാതുര്യം തന്നെയാണിത്. ഗുരു ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് അടുത്ത 2-3 ദിവസത്തെ കർമ്മങ്ങൾ സന്യാസിമാരുടെ പ്രവൃത്തി, അതിനുള്ള മാർഗനിർദ്ദേശം നൽകുകയായിരുന്നു. എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം ഗുരു നൽകുകയായിരുന്നു. ഏതാനും ചുരുങ്ങിയ ആളുകൾ ശിവഗിരിയിൽ പാർത്ത് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും മറ്റധികം പേരും നാടുകളിൽ സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ മുഖേനയും പ്രസംഗങ്ങൾ കൊണ്ടും മറ്റു മാർഗങ്ങളിലും ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അവിടെ ഏർപ്പാടുകൾ ചെയ്തു. ജനനന്മയ്ക്കായുള്ള ഗുരുവിന്റെ ഉത്കടമായ താത്പര്യം ശിഷ്യന്മാർക്ക് പകർന്നു നൽകി ഗുരു. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ദർശനം, തത്വം, നിർദ്ദേശം, ഗുരുവിന്റെ ആദേശം നമുക്ക് ഈ 3-ാമത്തെ ശ്ലോകത്തിലും പ്രതിഫലിച്ചു കാണാം. അധിഷ്ഠായാസ്യ നേതൃത്വം കുര്യാത് കാഞ്ചിത് സഭാം ശുഭാം അസ്യാമായാന്തി ഏതേ സ്യുഹു സർവേ സോദര ബുദ്ധയഃ. ഈ ആശ്രമത്തിന്റെ നേതൃസ്ഥാനത്ത് വർത്തിച്ചുകൊണ്ട് ഗുരു ലോകത്തിന് മംഗളം ചെയ്യുന്ന ഒരു സംഘടന കെട്ടിപ്പടുത്തേണ്ടതാണ്. ആരൊക്കെയാണോ ഈ സംഘടനയിൽ അംഗങ്ങളായി ചേരുന്നത് അവരൊക്കെ മത്സരവും വിദ്വേഷവും പകയും എല്ലാം വെടിഞ്ഞ് പരസ്പരം സഹോദരഭാവത്തിൽ വർത്തിക്കേണ്ടതാണ് എന്ന ഗുരുവിന്റെ അനുശാസനം. ഇത്രയും പറഞ്ഞുകൊണ്ട് 3-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.